നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് അടുത്തിടെയാണ്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കി. നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാക്കാൻ കാരണം. നടനെ കോടതി വെറുതെ വിട്ടതോടെ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് കേരള ജനത അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇരയ്ക്ക് നീതി കിട്ടിയില്ലെന്നും കാശെറിഞ്ഞ് ദിലീപ് നിയമം വിലയ്ക്ക് വാങ്ങിയെന്നും അഭിപ്രായപ്പെടുന്നവരാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും. മാത്രമല്ല, പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ദിലീപിനെ പലയിടങ്ങളിലും വരരുത് എന്ന് ആജ്ഞാപിച്ചിട്ടുമുണ്ട് ജനങ്ങൾ. എന്നാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്ന ശേഷം ജനങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ദിലീപ് എങ്ങനെ കുറ്റമുക്തനായി? ദിലീപ് അല്ല ഗൂഢാലോചന നടത്തിയെങ്കിൽ പിന്നെ ആര്? എന്തുകൊണ്ട് പൾസസുനിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ല? പൾസസുനി ആദ്യം പറഞ്ഞ മേഡം ആര്? എന്നിങ്ങനെ പല സംശയങ്ങളും ജനങ്ങൾക്കുണ്ട്. അന്വേഷണ സംഘത്തിന് കേസിൽ വീഴ്ച പറ്റിയെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. വാദങ്ങൾക്കപ്പുറം തെളിവുകളില്ലെന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. മാഡം ആര് എന്ന ചോദ്യമാണ് ശക്തമായി വരുന്നത്. നടിയെ ആക്രമിക്കാൻ പൾസസുനി വണ്ടിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു കൊട്ടേഷനാണെന്നും പിന്നിൽ ഒരു മാഡം ആണെന്നും സുനി പറഞ്ഞിരുന്നു. പിന്നീട് അറസ്റ്റിലായപ്പോൾ മാഡം കാവ്യമാധവനാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സുനി പിന്നീട് ഇത് മാറ്റി പറഞ്ഞു. ദിലീപിലേക്ക് സംശയം പോകാതിരിക്കാൻ മാഡം എന്ന് താൻ വെറുതെ പറഞ്ഞതാണെന്ന് സുനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. സുനിയുടെ വാദങ്ങളിലെല്ലാം ആശയക്കുഴപ്പങ്ങൾ നിരവധിയാണ്. മാഡം ആരാണെന്ന ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇതിൽ ഉത്തരം കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുമില്ല. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും പൾസസുനി പറഞ്ഞ മാഡം ആരെന്ന അന്വേഷണം നടത്തിയിട്ടില്ല. വാഹനത്തിൽ നടി ആക്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അത് ആരാണ് എന്ന ചോദ്യത്തിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. ശ്രീലക്ഷ്മി എന്ന വ്യക്തിയെ സാക്ഷി പോലും ആക്കിയിട്ടില്ലെന്ന് കോടതി വിധി ന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അവരുടെ കോൾ വിവരങ്ങൾ ഹാജരാക്കിയില്ല. അന്വേഷണ സംഘം വേഗം അത് സുനിലുമായി അടുപ്പമുള്ളവരായിരുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. സുനിയുമായി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നെങ്കിൽ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. അതുപോലും പോലീസ് ചെയ്തില്ല. അവരെ ചോദ്യം ചെയ്തോ എന്നതിൽ പോലും വ്യക്തത തരാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജയിലിൽ വെച്ച് പൾസസുനി ദിലീപിന് അയച്ച കത്തിൽ ദിലീപ് നൽകിയ കൊട്ടേഷനാണിതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞത് മാഡം എന്നും. ഈ വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിടുമെന്നും 6 പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നും വിശദമാക്കി വന്ന ഊമക്കത്തിൽ അന്വേഷണം വരുന്നു. കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ബൈജു പൗലോസ് ഊമക്കത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപി റവാഡ ചന്ദ്രശേഖറിന് കത്ത് നൽകി. വൈകാതെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ആരാണ് കത്ത് അയച്ചത്, ഏത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് തടസ്സമില്ല. പല കേസുകളിലും ഇത്തരം ഊമക്കത്തുകൾ നിയമരംഗത്തുള്ളവർക്ക് വരാറുണ്ടെങ്കിലും കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വിധി നേരത്തെ പരസ്യമാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യമുയർന്നത്. സംശയം ദൂരീകരിക്കാൻ വിശദമായ അന്വേഷണത്തിന് വഴി തെളിയുകയാണ്. ഡിസംബർ 8-നാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റമുക്തനാക്കി എറണാകുളം ജില്ലാ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചത്. എന്നാൽ 2-ാം തീയതി വെച്ച് അയച്ച കത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. 4-ാം തീയതിയാണ് പലർക്കും ഈ കത്ത് ലഭിച്ചത്. അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി, ഹൈക്കോടതി മുൻ ജഡ്ജി കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർക്കാണ് കത്ത് ലഭിച്ചിരിക്കുന്നത്. ജഡ്ജി ഹണിയം വർഗീസ്, ഷേർലി, ദിലീപിന്റെ സുഹൃത്ത് ശരത്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എന്നിവരുടെ പേരുകളും സംശയകരമായി കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഊമക്കത്ത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെയാണ് കേസ് അന്വേഷിച്ചിരുന്ന ബൈജു പൗലോസ് ഡിജിപിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് വിധിയിൽ വിമർശനം നേരിട്ട പോലീസ് ഓഫീസറാണ് ബൈജു പൗലോസ്. വിധിയിലെ കാര്യങ്ങൾ നേരത്തെ പറയുക എന്നത് ഗൗരവമുള്ളതാണെന്നും അന്വേഷണം വേണ്ടതുണ്ട് എന്നും കമാൽ പാഷ പ്രതികരിച്ചു. 2-ാം തീയതിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. 4-ാം തീയതിയാണ് കയ്യിൽ കിട്ടിയത്. 8-ാം തീയതി വരുന്ന വിധിയിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു. അന്വേഷണം ആവശ്യമാണ് എന്നും കമാൽ പാഷ പറഞ്ഞു. അതേസമയം ഊമക്കത്ത് അത്ര വലിയ കാര്യമാക്കേണ്ട എന്ന നിലപാടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. കേസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അഭിഭാഷകർക്ക് വിധി എന്താകുമെന്ന് ഊഹിക്കാൻ സാധിക്കും. അത്തരം ഊമക്കത്തുകൾ പലപ്പോഴും ലഭിക്കാറുണ്ട്. നിയമരംഗത്തുള്ളവർക്കെല്ലാം ഇത്തരം കത്തുകൾ ലഭിക്കുന്നുണ്ടാകും. വലിയ കാര്യമാക്കേണ്ടെന്നും ജയശങ്കർ പറയുന്നു. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വിധി നേരത്തെ ഒരാൾ പറയുന്നത് സംശയകരമാണ്. വിശദമായ അന്വേഷണം നടത്തി വ്യക്തത വരുത്തുന്നത് നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് നല്ലതാണെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയും പോലീസ് മേധാവിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകം. എന്തായാലും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് പറയുന്നത്. ഇപ്പോൾ നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടുമുമ്പ് പ്രധാന പ്രതിയായ പൾസസുനി ശ്രീലക്ഷ്മി എന്ന പേരുള്ള യുവതിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഈ സ്ത്രീക്ക് ഈ കുറ്റകൃത്യത്തെ പറ്റി അറിയാമായിരുന്നു എന്നതിന് പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണമില്ലെന്നുമുള്ള വിധിന്യായത്തിലെ കോടതി നിരീക്ഷണം പുറത്തുവരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ്
പറയുകയുണ്ടായി. തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണും അന്നേ പോലീസിന് കൈമാറിയിരുന്നു. ഇതുവരെ ഫോൺ തിരിച്ചു ചോദിച്ചിട്ടില്ല. പൾസ് സുനി ബസ് ഡ്രൈവറായിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന ദിവസം ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും പൾസ് സുനി പറഞ്ഞിരുന്നു. ശ്രീലക്ഷ്മിയെ ഫോണിൽ പൾസ് സുനി വിളിച്ചാണ് ഇക്കാര്യം പറഞ്ഞത്. അതെന്താണെന്ന് അറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ശ്രീലക്ഷ്മി പൾസ് സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. എന്നാൽ അന്വേഷണത്തിൽ ഒന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുകയുണ്ടായി. ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ലെന്നും നടി ആക്രമിച്ച കേസിലെ വിധിന്യായത്തിലെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന ഭാഗത്ത് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതിയുടെ വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികളെ 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള 4 പേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുള്ള കോടതി പരാമർശവും ചർച്ചയാകുന്നത്. സുനി ആദ്യം നൽകിയ മൊഴി പ്രകാരം കൊട്ടേഷൻ കൊടുത്ത മാഡം എന്ന ഒരാൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് ഉത്തരമുണ്ടായിട്ടില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. സ്ത്രീ നൽകിയ കൊട്ടേഷൻ എന്നാണ് കൃത്യം നടക്കുമ്പോൾ 1-ാം പ്രതി പൾസ് സുനി നടിയോട് പറഞ്ഞതെന്നും ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ എന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നുമാണ് കോടതിയുടെ ചോദ്യം. ദിലീപും പൾസ് സുനിയും വളരെ രഹസ്യമായിട്ടാണ് കൊട്ടേഷൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ പൾസ് സുനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദിലീപിനെ ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടെന്നാണ് ബാലചന്ദ്രകുമാർ മൊഴിയെന്നും ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നുമാണ് കോടതി വിധി ന്യായത്തിൽ പറയുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ഗൂഢാലോചന നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുമ്പോഴാണ് ദിലീപിനെയും പൾസ് സുനിയെയും ഒരുമിച്ച് കണ്ടെന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളും മൊബൈലും ഫോണും സൂക്ഷിക്കാൻ ദിലീപും കാവ്യമാധവരും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തെന്ന പ്രോസിക്യൂഷൻ ആരോപണവും കോടതി തള്ളിക്കളഞ്ഞു. വെറുമൊരു ആരോപണത്തിനപ്പുറത്ത് തെളിവിന്റെ തരിമ്പ് പോലുമില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ പൾസ് സുനി പറഞ്ഞ മേഡത്തെ പറ്റി അന്വേഷിച്ചതാണെന്നും അതിൽ യാതൊരു വസ്തുതയുമില്ലെന്ന് ബോധ്യപ്പെട്ടിരുന്നെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. വിചാരണ കോടതി എത്തിച്ചേർന്ന കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് ഹൈക്കോടതിയിലെ അപ്പീലിൽ കൃത്യമായി ധരിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. കുറ്റം നടന്ന ദിവസമായ 2017 ഫെബ്രുവരി 17 വൈകുന്നേരം 3:44 വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നിരുന്നതായി ജഡ്ജി നിരീക്ഷിച്ചു. അന്നേ ദിവസം വൈകുന്നേരം 6:22-നും 7:59-നും ഇടയിൽ അവർ സുനിയെ 6 തവണ വിളിക്കുകയും ചെയ്തു. കുറ്റം നടന്ന ദിവസം രാത്രി 9:03-നും 9:56-നും ഇടയിൽ സുനിക്ക് ശ്രീലക്ഷ്മിയിൽ നിന്ന് 7 സന്ദേശങ്ങൾ ലഭിച്ചു. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം 2017 ഫെബ്രുവരി 17 രാത്രി 10:30-നും 10:48-നും ഇടയിലാണ് വീഡിയോകൾ പകർത്തിയത്. ശ്രീലക്ഷ്മിയിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിച്ചത് രാത്രി 9:56-നാണ്. ഇത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പാണെന്ന് കോടതി കണ്ടെത്തി. ഇരയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ പോലും സുനി ശ്രീലക്ഷ്മിക്ക് കോളുകളും സന്ദേശങ്ങളും അയച്ചിരുന്നതായി കോടതി കണ്ടെത്തി. എന്നിട്ടും SIT അവരെ സാക്ഷിയാക്കുകയോ കോൾ ഡാറ്റ അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ഹാജരാക്കുകയോ ചെയ്തില്ല. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രതിയെ ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവർക്ക് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ കഴിയുമായിരുന്നു. സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുകൊണ്ട് തന്നെ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീലക്ഷ്മിയുടെ ഫോണിലെ ഉള്ളടക്കം അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ അത് മറച്ചുവെച്ചു. ഫോണിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അത് പുറത്തു കൊണ്ടുവന്നില്ല. ശ്രീലക്ഷ്മി മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നും FSL റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.